നെയ്മർ ജൂനിയർ മച്ചൻ വീണ്ടും ബാഴ്സയിലേക്ക് വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം സാന്റോസിലേക്ക് പോയ സമയത്ത് ഇനി യൂറോപ്പിലേക്ക് ഒരു തിരിച്ചുവരവ് ഇല്ല എന്നാണ് ഞാൻ പേഴ്സണലായിട്ട് വിചാരിച്ചൊരു കാര്യം. പക്ഷെ വീണ്ടും ബാഴ്സയിലേക്ക് എത്താനുള്ള സാധ്യതകൾ നോക്കുന്ന സമയത്ത് 100% കാരണം അദ്ദേഹം സാന്റോസിലേക്ക് പോയ സമയത്ത് ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവ് യൂറോപ്പിലേക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വലിയ ക്ലബ്ബുകൾ ബാഴ്സ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യാണ്, അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടി. അദ്ദേഹം പരിക്കുകളിൽ നിന്ന് നല്ല ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാഴ്സ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പക്ഷേ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസിൽ മാത്രമാണ് ബാഴ്സ നെയ്മറിനെ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നത്. നെയ്മറും സാന്റോസും തമ്മിലുള്ള കോൺട്രാക്ട് പീരീഡ് വളരെ ചെറുതാണ്. ജനുവരിയിലാണ് അദ്ദേഹം സാന്റോസിലേക്ക് എത്തിയത്. പക്ഷേ അദ്ദേഹം 2025 ജൂൺ 30 വരെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പീരീഡ് എന്ന് പറയുന്നത്. ഈ ചുരുക്കഘട്ടത്തിൽ നെയ്മർ സാന്റോസിന് വേണ്ടി 15 ഗോളുകൾ അടിക്കുകയാണെങ്കിൽ ബാഴ്സയിലേക്ക് അദ്ദേഹത്തെ വരവേൽപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഹാൻസി ഫ്ലിക്കിന്റെ ടീമിൽ അദ്ദേഹത്തെ ചേർക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരുപക്ഷെ ഇനി നെയ്മറിന് ജൂൺ വരെയുള്ള തീയതി നോക്കുന്ന സമയത്ത് നെയ്മറിന് എത്ര കളികൾ സാന്റോസിൽ ബാക്കിയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പോളിസ്റ്റയിൽ ഓൾറെഡി 7 മാച്ചുകൾ അദ്ദേഹം കളിച്ചു. 3 ഗോളുകളും 3 അസിസ്റ്റുകളുമായിട്ട് അദ്ദേഹം നിറഞ്ഞ് ഫോമിൽ നിൽക്കുകയാണ് സാന്റോസിൽ ഇപ്പോൾ. ഇനി അടുത്ത് വരാൻ പോകുന്നത് ബ്രസീലിയൻ സീരിയയിലെ മാച്ചുകളാണ്. ആ മാച്ചുകൾ എണ്ണം നോക്കുകയാണെങ്കിൽ ജൂൺ വരെയുള്ളതിൽ 12 മാച്ചുകൾ മാത്രമാണ് ബ്രസീലിയൻ സീരിയയിൽ അദ്ദേഹത്തിന് കളിക്കാനുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി പോളിസ്റ്റയിൽ ഫൈനൽ എന്ന റൗണ്ടിൽ മാച്ചുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ഏറിക്കഴിഞ്ഞാൽ 15 മാച്ചുകൾ അല്ലെങ്കിൽ 14 മാച്ചുകൾ മാത്രമേ അദ്ദേഹത്തിന് ഇനി ജൂൺ വരെ കളിക്കാനുണ്ടാവുകയുള്ളൂ. ഈ മാച്ചുകളിൽ അദ്ദേഹം 15 ഗോളുകൾ എന്നുള്ള ഈ ഒരു സീസണിൽ 15 ഗോളുകൾ എന്നുള്ള ആ ഒരു ടാർഗറ്റ് പൂർത്തിയാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ബാഴ്സ വീണ്ടും സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറോപ്പിലേക്ക് തന്നെ നെയ്മർ മടങ്ങി വരണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും നമുക്ക് കാണാം ഇനിയുള്ള കളികളിൽ നെയ്മർ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറികൾ പെടാതെ നെയ്മർ എങ്ങനെ കളിക്കും, ഫോമുകൾ എങ്ങനെ നിലനിർത്തും എന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ കണ്ടറിഞ്ഞ് അദ്ദേഹം കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നെയ്മർ ബാഴ്സയിലേക്ക് തിരിച്ചെത്തും. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നെയ്മർ ബാഴ്സയിലേക്ക് തന്നെ വരണം. അവിടെ വലിയ രീതിയിലുള്ള ഫോമുകളും വലിയ രീതിയിലുള്ള ഗോളുകളൊക്കെ അടിക്കണമെന്നാണ്. നെയ്മർ ബാഴ്സയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ, നെയ്മറിന്റെ കളി കണ്ടിട്ടുണ്ടെങ്കിൽ നെയ്മർ ഇനി ബാഴ്സയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.